ഇതൊന്ന് ഊരാമോ? ഊരാൻ പറ്റില്ലേ? ഓക്കെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ അജയ് പാസ്റ്റർ ആൻഡ് ടീം ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിലേക്ക് ഇഞ്ചാലിക്കുഴി കൺവെൻഷനിലേക്ക് വരുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠഭൃത്യൻ, വേദിയിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർ, അതുപോലെ തന്നെ ഈ ശബ്ദ സന്ദേശം ഭവനങ്ങളിലും ഒരുപക്ഷെ വഴിയോരങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ഓപ്പറേഷന്റെ ഇവിടെയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ മാസം തന്നെ നടന്നതായിരിക്കുന്ന കൺവെൻഷൻ വന്നപ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതെല്ലാം സൗഖ്യം തന്ന് ഇന്ന് നിങ്ങളോട് കൂടി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നതായിരിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നമ്മുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് ഞങ്ങൾക്ക് തരണമേ. ദേശത്തോട് സംസാരിക്കണമേ. അനേകരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത ഈ ദേശത്തു നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. യേശുക്രിസ്തുവിന്റെ വിലയുടെ നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങൾ വരുന്ന വഴിക്ക് അതിശക്തമായിരിക്കുന്ന മഴയായിരുന്നു പൊൻകുന്നം ഭാഗത്തൊക്കെ എത്തിയ സമയത്ത്. എന്നാൽ ഇത്രത്തോളം ദൈവം കാലാവസ്ഥ അനുകൂലമാക്കി തന്നല്ലോ. കഴിഞ്ഞ ചില നാളുകളായി ഞാൻ കൺവെൻഷൻ വേദികളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവിനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിഷയമാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഗ്രഹിക്കാനായി കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടതായിരിക്കുന്ന വിഷയം, മനസ്സിലാക്കേണ്ടതായി ഇരിക്കുന്ന വിഷയം നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കൺവെൻഷൻ വേദികളിലും മറ്റും ഈ കർത്താവിന്റെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മെസ്സേജ് വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതായ ഒരു സത്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു കഥയിൽ നിന്ന് ഈ വേദഭാഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി ഈ ലോകം കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അല്പം കൂടെ ശബ്ദം വിടാൻ പറ്റുമോ? അല്പം ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ഒരു ഗ്രാമത്തില് ഒരു രാജാവ് സന്ദർശനത്തിനായി വരുന്നുവെന്ന് വാർത്ത ആ ഗ്രാമത്തിലൊക്കെയും പരന്നു വന്നു. ആ സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും തയ്യാറായി. വീഥി എല്ലാം വൃത്തിയാക്കി, വീടുകളെല്ലാം അലങ്കരിച്ചു, എല്ലാവരും സ്വീകരണത്തിനായിട്ട് കാത്തിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം പറഞ്ഞു,
വരട്ടെ, ഞാൻ നോക്കാം. എങ്കിലും അവസാന സമയമായപ്പോൾ ആ മനുഷ്യനും രാജാവിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ 24 മണിക്കൂറും ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്, TV മാധ്യമങ്ങളിൽ, യൂട്യൂബിലൂടെ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങിയ വരവ് 24 മണിക്കൂറും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കം വളരെ കുറയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു രാജാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു പ്രദേശം മുഴുവനും ഒരുങ്ങി. എന്നാൽ രാജാധിരാജനായ കർത്താവാണ് വീണ്ടും വരാൻ പോകുന്നത്. നമ്മുടെ രാജാധിരാജാവും കർത്താധി കർത്താവും ഭിന്നനായിരിക്കുന്ന ഏകാധിപതിയുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് വരുമെന്ന് പറയുമ്പോൾ ഒരുക്കങ്ങൾ വളരെ കുറയുകയാണ്. പക്ഷേ ഒരു വസ്തുതയുണ്ട്, നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരും. കള്ളനെ പോലെ വരുമെന്ന് പറയുമ്പോൾ കള്ളൻ ഒരിക്കലും വീട്ടുകാരനെ ഫോൺ വിളിച്ച് നാട്ടുകാരികളെ അറിയിച്ച് TV മുതലായ മാധ്യമങ്ങളിലൂടെ ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമെന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്. അങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്. അതിനർത്ഥം നിലച്ചിരിക്കാത്ത സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്രൈസ്തലോ നമ്മുടെ കർത്താവായ യേശു കർത്താവ് വരും എന്നുള്ള കാര്യമാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് മേഘത്തിൽ ഉയർത്തപ്പെട്ടു. ആമേൻ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് മേഘത്തിൽ തിരിച്ചു വരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഇത് കേട്ടാലും കേട്ടില്ലെങ്കിലും, ആമേൻ, കർത്താവായ യേശു കർത്താവ് പോയതുപോലെ വരും. Praise the Lord, praise the Lord, praise the Lord. ആകാശം മേഘത്തിൽ പോയതുപോലെ വീണ്ടും വരും. മേഘാരൂഢനായി വരും. Praise the Lord. ഈ മേഘാരൂഢനായി വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി വിമാനം പറത്തിയ റൈറ്റ് സഹോദരന്മാരെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ആദ്യത്തെ വിമാനം 1903 അമേരിക്കയിൽ അവര് പറത്തി. എന്നാൽ ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു അത്. പക്ഷേ എത്ര പൊക്കത്തിൽ അത് ഉയർന്നെന്നറിയാമോ? ഒന്ന് പറയാമോ? വെറും 10-12 അടി ഉയരത്തിൽ മാത്രമാണ് അത് പൊങ്ങിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഭിത്തിയുടെ അത്രയും, ഏകദേശം അത്രയും പൊക്കത്തിലാണ് അത് ഉയർന്നത്. അത്രയും ഉയർന്നുള്ളൂ. അത് പറന്ന സമയം 12 സെക്കൻഡ് മാത്രമായിരുന്നു. അത് സഞ്ചരിച്ച ദൂരം ഏകദേശം 120 അടി മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. അത് ഒരു മേഘത്തെ മറികടന്നു പോയില്ല. എന്നാൽ ഒരു മേഘം, സാധാരണമായിരിക്കുന്ന മേഘം ഈ ഭൂമിയിൽ നിന്ന് 20 അടി മുതൽ 20,000 അടി മുതൽ 30,000 അടി ഉയരത്തിൽ മാത്രം, അതിനിടയിൽ മാത്രമേ ഒരു മേഘം ഉള്ളൂ. അതിനുശേഷം മേഘങ്ങൾ ഇല്ല. എന്നാൽ റൈറ്റ് സഹോദരന്മാരുടെ വിമാനം ആ മേഘത്തെ ഭേദിച്ചു പോയില്ല. എന്നാൽ ഇന്ന് പറക്കപ്പെടുന്നതായിരിക്കുന്ന വിമാനങ്ങളൊക്കെ 32,000, 30 മുതൽ 40 വരെ നമ്മൾ സാധാരണ കാണപ്പെടുന്നതായിരിക്കുന്ന വിമാനങ്ങൾ 32,000 അടി ഉയരത്തിലാണ് സാധാരണ പറക്കുന്നത്. എന്ന് പറഞ്ഞാൽ മേഘത്തിലും ഉയരെ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ പറയാം, മാക്സിമം പോയാൽ 40,000 അടി മാത്രം. എന്നാൽ ഒരു സൈനിക വിമാനം പറക്കുന്നത് 70,000 അടി ഉയരത്തിലാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വിമാനം പറക്കുന്നത് 9 മുതൽ 12 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ്. എന്നാൽ ഒരു സൈനിക വിമാനം അങ്ങേയറ്റം പറന്നാൽ
ഒരു 21 കിലോമീറ്റർ ഉയരത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷം ബഹിരാകാശം ആരംഭിക്കുന്നത് 100 കിലോമീറ്റർ അവിടെ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു വിമാനവും മറ്റ് സ്പേസ് ഷട്ടില് മുതലായതുകൊണ്ട് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ ഒരു വിമാനവും ഇതിനപ്പുറം ബഹിരാകാശത്തേക്ക് കടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം നമ്മുടെ കർത്താവായ യേശു കർത്താവ് വരുന്നത് ഇനി ഇവിടുന്ന് ബഹിരാകാശത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ തന്നെ 400 കിലോമീറ്റർ വരെയുള്ളൂ നമ്മുടെ ബഹിരാകാശ നിലയം തന്നെ നിൽക്കുന്നത്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തൂടെ ഈ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയുടെ സഞ്ചാരികൾ പോയിട്ടുണ്ട്. അവര് ചന്ദ്രനിലേക്ക് അതിനെ ചുറ്റി വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, മനുഷ്യൻ അത്രത്തോളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് നിന്ന് നമ്മുടെ കർത്താവ് വരുമ്പോൾ ആകാശം മേഘങ്ങളെ വാഗ്ദാനമാക്കിയാണ് വരുന്നത്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. മേഘത്തെ കുറിച്ച് അവിടെ പറയാനുള്ള കാരണം എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മേഘത്തെ 2 തരത്തിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ടതായ 2 കാര്യങ്ങൾ. ഒന്നാമത്തേതായ കാര്യം എന്ന് പറയുന്നത് മേഘം ദൈവ സാന്നിധ്യമാണ്. മേഘം ഒരു സാധാരണ കാലാവസ്ഥയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നതായിരിക്കും നിലയിലല്ല വിശുദ്ധ വേദപുസ്തകം മേഘത്തെ കുറിച്ച് പറയുന്നത്. 2 കാര്യത്തെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നു. ഒന്ന് ദൈവ സാന്നിധ്യം, രണ്ടാമത്തേതായ കാര്യം ദൈവത്തിന്റെ ദിവസം അഥവാ യഹോവയുടെ ദിവസം അഥവാ ന്യായവിധിയുടെ ദിവസം. നമ്മുടെ കർത്താവായ യേശു കർത്താവ് പ്രൈസ് ദി ലോർഡ് മേഘത്തിലൂടെ വരുന്നെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ദൈവജനത്തെ ദൈവം മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നയിച്ചു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം സീനായി പർവ്വതത്തിന്റെ മുകളിൽ മേഘത്തിൽ ഇറങ്ങി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഒരു മേഘം നമ്മുടെ കർത്താവിനെ മറച്ചു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വരും. ദൈവത്തിന്റെ മഹത്വത്തോടെ വരും. സീനായി പർവ്വതത്തിൽ ദൈവം മേഘ സാന്നിധ്യത്തിൽ ഇറങ്ങിയത് ദൈവത്തിന്റെ മഹത്വത്തോടു കൂടിയാണെങ്കിൽ നമ്മുടെ കർത്താവ് മലയിലേക്ക് വരാൻ പോകുന്നത് മേഘാരൂഢനായി വരും. തന്റെ മഹത്വത്തോടെ വരും. ശക്തിയോടെ വരും. ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് വരും. മാത്രമല്ല അതിന് 7 വർഷങ്ങൾക്ക് മുമ്പ് ഉത്പ്രാപണം ചെയ്ത് പുനരുത്ഥാനം പ്രാപിച്ച കോടിക്കണക്കിന് വിശുദ്ധന്മാർ, ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ, അന്ന് ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാർ, അവർ ഒരുമിച്ച് നമ്മുടെ കർത്താവ് മലയിലേക്ക് വരും. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഇത് ദൈവത്തിന്റെ മഹത്വത്തോടെ വരാ, അധികാരത്തോടെ വരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാ കർത്താവ് പറഞ്ഞത് മേഘാരൂഢനായി വരും. ദാനിയേൽ പ്രവചനം 7:13 വരുമ്പോൾ മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളോടുകൂടെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 24:30 വരുമ്പോൾ മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളെ വാഗ്ദാനമാക്കി വരുന്നു. ഇത് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നത് യാദൃച്ഛികമായിട്ട് വരുന്നതല്ല, മറിച്ച് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രവചനത്തിന് നിവൃത്തിയാണ്. നമ്മൾ ആകാശത്തേക്ക് കാണുമ്പോൾ മേഘങ്ങളെ കാണുന്നു. മേഘങ്ങളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവടുത്തിരിക്കുന്നു. അല്ലയോ ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു പ്രത്യാശയുടെ അനുഭവമില്ല എങ്കിൽ ഹല്ലേലൂയ, യേശു കർത്താവിന്റെ മടങ്ങി വരവില് നിനക്കൊരു പ്രത്യാശയില്ലെങ്കിൽ നീ ഏറ്റവും നിർഭാഗ്യവനായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. നീ ഏറ്റവും നിർഭാഗ്യവനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
മനുഷ്യപുത്രനെ മേഘങ്ങളിൽ വരുന്നത് കാണും. അതിനർത്ഥം യേശു കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മഹത്വത്തിന്റെ രാജാവായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരും. അതായത് ഒല്ലിപ്പും മലയിലേക്ക് നമ്മുടെ കർത്താവായ യേശു കർത്താവ് വരുന്നത് അത് ആമേൻ ഉൽപ്രാപണത്തിന് വേണ്ടിയിട്ട് വരുന്നതല്ല. എന്ന് പറഞ്ഞാൽ ആമേൻ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നതല്ല. വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഒല്ലിപ്പും മലയിലേക്ക് വരുന്നതിന് 7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. മധ്യാകാശത്തിൽ വന്ന് നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരെ ഇവിടെ അവരെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് പറഞ്ഞ് അവരെ വിളിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ മരണമില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, ശാപമില്ലാത്ത ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട ശരീരവുമായി യുവാക്കളായ മഞ്ഞുപോലെ ഉയർത്തെഴുന്നേൽക്കും. റോമൻ കൊളോസ്യത്തിൽ സിംഹത്തിന്റെ മുമ്പിൽ പതറിയില്ല. സിംഹത്തിന്റെ മുമ്പിൽ പതറിയില്ലെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. റോമൻ കൊളോസ്യത്തിൽ ഞാൻ കഴിഞ്ഞ കൺവെൻഷൻ പറഞ്ഞതാണ്. റോമൻ കൊളോസ്യത്തിൽ മൃഗയുദ്ധം, മനുഷ്യനും മൃഗവുമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ പാവപ്പെട്ടവരായിരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളെ അവിടെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാനായി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. അതിൽ കൈക്കുഞ്ഞുങ്ങളുണ്ട്, വെറും പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിട്ടുള്ള പ്രിയമുള്ളവരവിടെ ഉണ്ട്. സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അവരെല്ലാം വിശുദ്ധന്മാരാണ്. അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. അവർ ജീവൻ ത്യജിക്കാൻ വന്നവരാണ്. അവർക്ക് മരണഭയം ഉണ്ടായിരുന്നില്ല. കാരണം മരണത്തെ ജയിച്ച ക്രിസ്തുവാണ്. അവർ ക്രിസ്തുവിലാണ് അവർ വിശ്വസിക്കുന്നത്. മരണത്തെ പരാജയപ്പെടുത്തിയ ക്രിസ്തു, മരണത്തെ ഭയപ്പെടാത്ത ക്രിസ്തു, മരണത്തെ വെല്ലുവിളിച്ച ക്രിസ്തു, മരണത്തെ പരാജയപ്പെടുത്തി 3-ാം ദിവസം മരണത്തെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് മരണം നിസ്സഹായമായി നോക്കി നിൽക്കുമ്പോൾ, മരണം ഇളിപ്യനായി നിൽക്കുമ്പോൾ, പാതാളത്തിന്റെ ശക്തികളുടെ കെട്ടുകൾ അഴിയപ്പെട്ടപ്പോൾ പാതാളത്തിന്റെ ശക്തിയെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെയാണ് അവർ നോക്കിയത്. റോമൻ കൊളോസ്യത്തിൽ അവർ കൈസറായിരിക്കുന്ന നീറോയോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമില്ല. എത്രയും പെട്ടെന്ന് സിംഹങ്ങളെ അഴിച്ചുവിടുക. സിംഹങ്ങൾ അവിടെ മേൽ ചാടി വീണു. അവിടെ മേൽ ചാടി വീണ് എല്ലുകൾ കടിച്ച് പൊട്ടിച്ച് മാംസം കടിച്ച് കീറുന്നത് കണ്ട് റോമൻ പട്ടാളക്കാർ മാത്രമല്ല, നീറോ ചക്രവർത്തിയാണെന്ന് വെച്ചു. അവരെല്ലാവരും ക്രിസ്തു നിമിത്തം അവ ഈ കഷ്ടത അനുഭവിച്ചവരാണ് പാടിയിട്ടുള്ളത് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമെന്ന്. കഷ്ടങ്ങളിൽ കൂടെ പോയവരാണ് പാടിയത് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമെന്ന്. അവർക്ക് കഷ്ടതയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് പ്രയാസങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവര് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും ഭാഗ്യകരമായ ജീവിതം ക്രിസ്തുവിനുള്ള ജീവിതമാണ്. ബാക്കിയെല്ലാം കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ, ബാക്കിയെല്ലാം ഒരു പെട്ടിക്കകത്ത് വെച്ച് അവസാനിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു പിടി മണ്ണോ കുതിരുക്കുമോ ആരെങ്കിലും ആ ബോഡിയിലേക്കിട്ട്, പെട്ടിയിലേക്കിട്ട്, ആ കുഴിയിലേക്കിട്ട് അടക്കുമ്പോൾ, സകല ബന്ധങ്ങൾ അവിടെ അവസാനിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സൗഭാഗ്യ ജീവിതമാകുന്നതിന് കാരണം എന്താണെന്നറിയാമോ? നിത്യജീവൻ. ഞാൻ ഇന്നലെ ആരാധനയിൽ ശുശ്രൂഷിച്ചപ്പോൾ, അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്, ആരാധനയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായ കാര്യം, നിത്യജീവൻ ആരംഭിക്കുന്നത് മരണത്തോടുകൂടിയല്ല,
ആളുകൾ വിചാരിക്കും മരണത്തോടുകൂടിയാണെന്ന്. അല്ല, ഞാൻ വിശ്വസിക്കുന്നു നിത്യജീവൻ ആരംഭിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി ഒരു ബന്ധം ആരംഭിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതമായി സമർപ്പണ ജീവിതമായി ദൈവവുമായിട്ടൊരു ബന്ധം ആരംഭിക്കുമ്പോൾ നിന്റെ നിത്യജീവൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മരണത്തോടുകൂടി അവൾ അവസാനിക്കുകയല്ല, ആമേൻ, നിത്യജീവനിൽ തുടരുകയാണ്. നിന്റെ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കർത്താവിന്റെ രഹസ്യവരവല്ല, ഇത് പരസ്യവരവാണ്. കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടം എന്ന് പറയുന്നത് രഹസ്യവരവാണ്. അത് വിശുദ്ധന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമൻ ഇന്നത്തെ ലോകത്തിലെ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായ റോമൻ കൊളോസ്യത്തിൽ മരിച്ചുപോയവരും തീക്കിരയാക്കപ്പെടുന്നവരും ജീവനുള്ള മെഴുകുതിരികളായ മെഴുകുകൾ ചുറ്റി തുണി ചുറ്റിക്കിട്ട് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ രഥയാത്ര നീറോ നടത്തിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അവിടെയെല്ലാം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധന്മാരൊക്കെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആ സമയം, ആ രഹസ്യവരവ് അല്ല ഈ വരവ്. ആമേൻ. കാരണം രഹസ്യമായിട്ടുള്ള വരവിൽ കർത്താവായ യേശു കർത്താവിനോടൊപ്പം ചേർന്ന മധ്യാകാശത്തില് ഈ ഭൂമിയിൽ ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ചുള്ള ഒരു ന്യായവിധി എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർക്കൊരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി എന്ന് പറയുന്നത് ന്യായത്തോടെ വിധിക്കുന്ന ന്യായവിധിയാണ്. അവിടെ നിനക്ക് ശിക്ഷയല്ല കിട്ടുന്നത്. നീ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്തതിനുള്ള പ്രതിഫലങ്ങൾ കിരീടങ്ങളായി തേജസ്സായി. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, അത് വിഷയമല്ലാത്തത് കൊണ്ട് നീ അതൊക്കെ ധരിച്ച് കർത്താവിനോടുകൂടെ ഈ ഒലിവുമലയിലേക്ക് വരുന്നത് പരസ്യവരവാണ്. രഹസ്യത്തിൽ എടുക്കപ്പെട്ടപ്പോൾ പരസ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് വരികയാണ്. നിങ്ങൾ ആരും യെരുശലേമിൽ പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ പോയിട്ടുള്ളവര് ആമേൻ ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ആമേൻ, ഒരിക്കൽ നമ്മള് വിശുദ്ധന്മാര് ആമേൻ അവിടേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ മടങ്ങി വരവിൽ. അപ്പോ ഈ ലോകം കാണുന്ന ഒന്നാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ പരസ്യവരവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏത് കണ്ണും അവനെ കാണും. അതായത് മറഞ്ഞു വരുന്നതല്ല, ഒളിച്ചു വരുന്നതല്ല, ദൃശ്യമായ ശക്തമായിട്ടുള്ള വരവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മേഘം രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നു. ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, രാജാവ് വരുമ്പോൾ, രാജാതിരാജാവ് വരുമ്പോൾ, ഇന്ന് വരെ ഒരു രാജാക്കന്മാരും മേഘങ്ങളിൽ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകം കെട്ടുകട വിറപ്പിച്ച നെപ്പോളിയൻ ചക്രവർത്തിയോ, ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങി തിരിച്ച് ഇന്ത്യ വരെ എത്തിയതായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയോ, ലോകം കീഴടക്കാനായി ഒരിക്കൽ ഇറങ്ങി തിരിച്ച നെബൂഖദ്നേസർ എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ട ശക്തനായിരിക്കുന്ന രാജാവോ, ആ മഹാനായിരിക്കുന്ന സൈറസ് അഥവാ വിശുദ്ധ വേദ പുസ്തകത്തിൽ വിളിക്കുന്ന കോരസ്, ഒന്നും ലോകം മേഘങ്ങളിൽ വന്നിട്ടില്ല. മേഘങ്ങളിൽ വരുന്ന ഒരേ ഒരു രാജാവേ ഉള്ളൂ, രാജാതിരാജാവായിരിക്കുന്ന കർത്താവായ യേശു കർത്താവ്. കുതിരപ്പുറത്ത് വരുന്ന രാജാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, രഥത്തിൽ വരുന്ന രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ മേഘത്തിൽ വരുന്ന ഒറ്റ രാജാവ് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു കർത്താവ് മാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗീയ മഹത്വത്തോടെ വരുന്ന രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, മേഘം ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ടാമതൊരു കാര്യം പറഞ്ഞിരുന്നു. ആമേൻ. മേഘം ന്യായവിധിയെ കാണിക്കുന്നു. ആമേൻ. വിധിയുടെ അടയാളമാകുന്നു. എസ്കേൽ പ്രവചനത്തിന്റെ 30-ാം അധ്യായത്തിന്റെ 2-3 വരുമ്പോൾ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടതെന്നാൽ ഹോവയാ കർത്താവ്
ഇപ്രകാരം അരുളി ചെയ്യുന്നു, അയ്യോ കഷ്ട ദിവസമെന്ന് മുറയിടുവീൻ, നാളടുത്തിരിക്കുന്നു, അത് യഹോവയുടെ നാളടുത്തിരിക്കുന്നു, അത് മേഘമുള്ള ദിവസം, അജാതികളുടെ കാലം തന്നെ ആയിരിക്കും. Praise the Lord. ആ ദിവസമാണ് യെസ്കേൽ പ്രവാചകൻ പറഞ്ഞ ആ ദിവസമാണ് മേഘമുള്ള ദിവസം, ഏറ്റവും കഷ്ട ദിവസം. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ, ആ കഷ്ട ദിവസത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇനി നമുക്കിതിനെ വിവരിച്ചു വരുമ്പോൾ അത് കേൾക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. മേഘത്തിന്റെ ദിവസം അത് ദൈവത്തിന്റെ ദിവസമാണ്. വിശ്വാസികൾക്ക് എന്താണ് അതിനുള്ള സന്ദേശം? നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ ദൈവമക്കൾ ആ കൂട്ടത്തിലുണ്ട്. അതൊരു ഭീഷണിയല്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു ഭീഷണിയല്ല, ഇതൊരു പ്രത്യാശയാണ്. വിശ്വാസികൾക്കൊരു പ്രത്യാശയാണ്. നമ്മുടെ കർത്താവിന്റെ രഹസ്യവരവില് പ്രൈസ് ദി ലോർഡ് വരുന്നു എന്ന് പറയുമ്പോൾ ആമേൻ, അവൻ വരുന്നു നമ്മെ ചേർക്കുവാൻ, അവൻ വരുന്നു നമ്മെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അവൻ വരുന്നു അവസാന ജയം നമ്മൾ പ്രാപിക്കുവാൻ. അവസാന ജയം എന്ന് പറഞ്ഞാൽ മരണത്തെ തോൽപ്പിക്കുന്ന ജയം. പ്രൈസ് ദി ലോർഡ്. അടക്കുന്ന ഒരു കല്ലറയ്ക്കോ നമ്മെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല, ഒരു മണ്ണിനെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല, കടലിനെ തടഞ്ഞു വെച്ച് സമുദ്രത്തിനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയത്തിന്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇത് ആമേൻ തോൽക്കപ്പെടുന്ന ശരീരമാണ്. തോൽക്കപ്പെടുന്ന ശരീരം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്. കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇത് ജഡമാണ്, തോൽക്കപ്പെടാനുള്ള ശരീരമാണ്. കാരണം ഇത് മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരമാണ്. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരത്തിന് രോഗമുണ്ട്, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരത്തിന് കാറ്റതയുണ്ട്, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരത്തിന് പാപത്തോടുള്ള ആഗ്രഹമുണ്ട്, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരത്തിന് ശാപം വരാം. പക്ഷേ ഇത് താഴ്ചയുള്ള ശരീരമാണ്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് സദൃശമാക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മണ്ണുകൊണ്ടുള്ള ശരീരം സ്വർഗീയ ശരീരമാക്കി മാറുന്നത് നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മേഘാരൂഢനായി വരുന്നു, ദൈവത്തിന്റെ മഹത്വത്തിൽ വരുന്നു. രണ്ട്, ദൈവത്തെ പ്രവചനങ്ങളുടെ നിറവേറലായി വരുന്നു. മൂന്നാമത് എല്ലാവരും കാണുന്ന ഒരു പൊതു വരവായിട്ട് കാണുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത് ആമീൻ വിധിക്കാനായി വരുന്നു. കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിധിക്കാനായി വരുന്നു, വിധിക്കാനായി വരുന്നു. ഒന്നാമത്തെ വരവിൽ അവൻ വിധിക്കപ്പെടാനായിട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപമില്ലാത്തവനെ, സ്വർഗത്തേക്കാൾ നിർമ്മലമായവനെ, പാപം അറിഞ്ഞിട്ടില്ലാത്തവനെ, നിരപരാധിയാണെന്ന് കണ്ടിട്ടു 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും, അല്ല 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നുള്ള റോമൻ നിയമമുള്ളപ്പോൾ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിന് ആണിയടിച്ചുകൊണ്ട്, അതിന്റെ ആ നിയമത്തിന്റെ അന്തസത്തെ തകർത്തുകൊണ്ട് പീലാത്തോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടും നീതിമാനായിരിക്കുന്ന ക്രിസ്തുവിനെ ആമേൻ മരണത്തിന് വിധിച്ച വിധി. ഒന്നാമത്തെ വരവ് ആമേൻ കർത്താവായ യേശു കർത്താവിന് ഒന്നാമത്തെ വരവ് ഒരു കുഞ്ഞാടായിട്ട് വന്നു. പാപത്തെ നീക്കുന്ന കുഞ്ഞാടായി വന്നു. പാപലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് വന്നു. അവൻ പ്രായശ്ചിത്ത മരണമർപ്പിക്കുവാൻ അവൻ കുഞ്ഞാടായിട്ട് വന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ പൂശെടുത്തുകൊണ്ട് അവൻ ഗോൽഗോഥായിലേക്ക് നടന്നു. അവൻ രോമം കത്തിരിക്കുന്നവരുടെ അവൻ മുമ്പിൽ നിൽക്കുന്ന അവൻ കാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. അവൻ നിരപരാധിയായിരുന്നിട്ട്
തെറ്റുകാരല്ലാതിരുന്നിട്ട് പാപം ചെയ്യാതിരുന്നിട്ട് ഹല്ലേലൂയ ലോകത്തിൽ ഏറ്റവും പരിശുദ്ധനായി വന്നവൻ, പാപമില്ലാത്തവനായി വന്നവൻ ഒരു പാപിയെ പോലെ നിൽക്കുകയാണ്. പാപിയല്ല, പാപമില്ല, പക്ഷേ ഒന്നും മിണ്ടാത്തവനായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വരവിൽ താഴ്മയിൽ വന്നു, കുഞ്ഞായിട്ട് ജനിച്ചു, കുഞ്ഞാടായിട്ട് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വരവിൽ കുഞ്ഞായിട്ട് ജനിച്ചു. ഓ ഹല്ലേലൂയ. മഹത്വമില്ലാത്തവരായി ജനിച്ചു, തെരുവോരത്തിൽ ജനിച്ചു. തെരുവോരത്താ ജനിച്ച കേട്ടോ. ആമേൻ. അവിടെ നിന്ന് കൊണ്ടുവന്ന് അവൻ പുൽക്കുടിലെ കൊണ്ടുവന്ന് കിടത്തി, അഥവാ പശുത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ വരവിൽ കുഞ്ഞായിട്ട് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മരിച്ചത് കുഞ്ഞാടായിട്ടാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ടാണ് മരിച്ചത്. ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന കുഞ്ഞാടായിട്ടാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. മഹത്വം ഇല്ലാത്തവനായി, മഹത്വം ഒഴിഞ്ഞു വെച്ചവനായി പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ ആമേൻ വന്ന് ഏറ്റവും ദരിദ്രനായിട്ട് പ്രൈസ് ദി ലോർഡ് ഒരു അടിമയുടെ വിലയായ 30 വെള്ളിക്കാശിനാൽ വിൽക്കപ്പെട്ടവനായിട്ട് ഭൂമിയിൽ ആമേൻ ഒരു കുഞ്ഞാടായിട്ട് മരിച്ചു. രണ്ടാമത്തെ ഒലിവുമലയിലേക്കുള്ള വരവിൽ പ്രൈസ് ദി ലോർഡ് മഹിമയിൽ രാജാവായിട്ട് വരികയാണ്. മഹിമയിൽ രാജാവായിട്ട് മാത്രമല്ല, രാജാതി രാജാവും കർത്താതി കർത്താവും ധന്യനായ ഏകാധിപതിയുമായിട്ടാണ് നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാർ വേഷപ്രച്ഛന്നരായി നടക്കാറുണ്ട്. അവരെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേഷങ്ങൾ മാറി ജനത്തിന്റെ പ്രയാസങ്ങളെല്ലാം അറിയേണ്ടതിനും ജനത്തിന് രാജാവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയാനും ഒക്കെ ഒരു പ്രജയെ പോലെ, ഒരു യാചകനെ പോലെ, അല്ലെങ്കിൽ ഒരു സന്യാസിയെ പോലെ വേഷപ്രച്ഛന്നരായിട്ട് രാജാക്കന്മാർ നടക്കാറുണ്ട്. ആ രാജാവിനെ ആരും തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വരവിൽ നമ്മുടെ കർത്താവ്, ഒന്നാമത്തെ വരവ് ഏതാ? ആമേൻ. നമ്മുടെ കർത്താവിന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ വരവിൽ ഒരു ദരിദ്ര സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചു, ഒരു ദരിദ്രനെ പോലെ ജീവിച്ചു. 30 വയസ്സുവരെ തന്റെ താഴെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അവരെ വളർത്തേണ്ട ഉത്തരവാദിത്വം തനിക്കായിരുന്നു. കാരണം യോസഫ് ആ കാലഘട്ടത്തിൽ നീതിമാനായ യോസഫ് അവരെ ഉപേക്ഷിച്ചു പോയതല്ല, മരിച്ചുപോയി. കാരണം ദൈവാലയത്തിൽ കർത്താവിന്റെ അടുത്ത് യോസഫ് ചെന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അമ്മയും സഹോദരന്മാരും ചെന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരിച്ചു പോയിരിക്കുന്ന യോസഫ് മരിച്ചുപോയി. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് 30 വയസ്സുവരെ കുടുംബത്തിൽ അധ്വാനിച്ചതായിരിക്കുന്ന ഒരു തച്ചൻ മഹത്വത്തെ മാറ്റി ഈ ലോകത്തെ അഖിലാണ്ടത്തെ മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ കർത്താവ് മേശയുണ്ടാക്കിയെന്ന്, കട്ടിലുണ്ടാക്കിയെന്ന്, പ്രൈസ് ദി ലോർഡ്, കസേര ഉണ്ടാക്കിയെന്ന് നമ്മുടെ കർത്താവിന്റെ പിഞ്ചു കരങ്ങളിൽ പ്രൈസ് ദി ലോർഡ് നമുക്കുണ്ടാകുന്നതായ നിലയിൽ തന്നെ ആദ്യമായിട്ട് ജോലിയെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലിയെടുക്കുമ്പോൾ അറിയില്ലേ, പ്രൈസ് ദി ലോർഡ്, കൈയെല്ലാം ഇങ്ങനെ കുടുന്ന് വന്ന് ചുമന്ന് വന്ന് പ്രൈസ് ദി ലോർഡ് പോലെ പൊട്ടി വേദനിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മുടെ കർത്താവ് പോയിട്ടുണ്ട്. ഒന്നാമത്തെ മടങ്ങി വരവിന്റെ ഉപമേൻ ആ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് മഹത്വമില്ലാത്തവരാ ജീവിച്ചു. അതൊന്നാമത്തെ വരവാണ്. ഒരു ദരിദ്രനായി ഒരു ദരിദ്ര വേഷം ധരിച്ച് വേഷത്തിൽ മനുഷ്യനായെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഒരു രാജാവ് തന്റെ പ്രജകളിടയിൽ വേഷം മാറി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഒരു യാചകന്റെ വേഷം ധരിച്ച്, ഒരു ദരിദ്രന്റെ വേഷം ധരിച്ച് ഈ ഭൂമിയിൽ വന്നതുപോലെ രാജാവ് തന്റെ രാജ്യത്ത് നടക്കുന്നത് പോലെ
നമ്മുടെ കർത്താവ് മഹത്വമില്ലാത്തവനായി, മഹത്വമുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ ഇത് കാണിക്കാത്തവനായി. മഹത്വം കണ്ടത് രൂപാന്തരപ്പെട്ടപ്പോഴാണ്. മറുരൂപ മലയിൽ യാക്കോബ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ കർത്താവിനെ ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. രാജാവ് വേഷം മാറി, വേഷം ധരിച്ച്, യാചക വേഷം ധരിച്ച് ആമേൻ തന്റെ രാജ്യത്തോട് നടന്നപ്പോൾ ആരും രാജാവിനെ തിരിച്ചറിയാഞ്ഞതുപോലെ നമ്മുടെ കർത്താവിന് അന്നത്തെ കാലഘട്ടത്തില് യഹൂദ പരീക്ഷകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരിച്ചറിഞ്ഞവർ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. നിക്കോദിമോസ് പോലുള്ളതായിരിക്കുന്ന ചില മനുഷ്യർ. നിക്കോദിമോസ് പോലും പരസ്യമായിട്ട് വന്നത് കാൽവരി ക്രൂശിൽ നിന്ന് ആമേൻ ആ ബോഡി എടുത്ത് അടിമത്തേക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷേ ശിഷ്യന്മാരെല്ലാം ഓടി മാറിയപ്പോൾ പ്രൈസ് ദി ലോർഡ് അകത്ത് വെളിച്ചം പ്രാപിച്ച, അകത്ത് പ്രകാശം ലഭിച്ച നിക്കോദിമോസ് കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വരവ് ഔദ്യോഗികമായിരുന്നെങ്കിലും ലോകം തിരിച്ചറിഞ്ഞൊരു കുറച്ചു പേരൊക്കെ ഉള്ളൂ. എന്നാൽ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ രണ്ടാമത്തെ ഘട്ടമായിരിക്കുന്ന ഒലിവ് മലയിലേക്ക് നമ്മുടെ കർത്താവ് വരുമ്പോൾ വചനം എങ്ങനെയാ വായിക്കുന്നത്? ഏത് കണ്ണും, ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, ഏത് കണ്ണും. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഏത് കണ്ണും, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏത് കണ്ണും അവനെ കാണും. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ സകല കണ്ണുകളും നമ്മുടെ കർത്താവിനെ കാണും. പ്രൈസ് ദി ലോർഡ്. അന്നുള്ള സകല കണ്ണുകളും നമ്മുടെ കർത്താവിനെ കാണും. വിശ്വസിക്കുന്നവർ കരമൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് രഹസ്യപരമല്ല, ഇത് പരസ്യമായിട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ, ടിവിയിലൂടെ ആളുകൾ കാണുന്നു. ടിവി സംപ്രേഷണമുണ്ട്. ഏഷ്യാനെറ്റിന്റെ, മനോരമയുടെ, റിപ്പോർട്ടർ ചാനൽ, എന്തുകൊണ്ടാ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്നത് മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ഒലിവുമലയിലേക്ക് വരുന്നത്, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത്, അന്ന് സംപ്രേഷണം ചെയ്യുന്നത് ഈ കാണുന്ന ടിവി ചാനലൊന്നും അല്ല, സ്വർഗമാണ് അത് ലൈവായിട്ട് കാണിക്കുന്നത്. 32,000 മൈലിലുള്ള ചുറ്റളവുള്ള ഈ ഭൂമിയിലെ സകല കണ്ണുകളും പ്രൈസ് ദി ലോർഡ് ലൈവായിട്ട് നമ്മുടെ കർത്താവ് വരുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ സംപ്രേഷണം സ്വർഗമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കരയിൽ നിർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. സകല മനുഷ്യരും കാണും, സകല മനുഷ്യരും കാണും, സകല മനുഷ്യരും കാണും. അതിന്റെ സംപ്രേക്ഷണത്തിന്റെ അവകാശ സ്വർഗം. അത് മറ്റാർക്കും അത് വിട്ടുകൊടുക്കത്തില്ല. അത് സ്വർഗം സംപ്രേക്ഷണം ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതായിരിക്കുന്ന BBC-യും മറ്റുള്ളതായിരിക്കുന്ന സകല ചാനലുകളും പിന്നെ അത് സംപ്രേക്ഷണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോ ചിലയിടത്ത് കറണ്ട് കാണത്തില്ല, ചിലയിടത്ത് ചാനൽ കട്ടായിപ്പോയെന്ന് വരാം, ചിലയിടത്ത് കറണ്ട് കാണത്തില്ല, ചാനൽ കട്ടായിപ്പോയെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വർഗമെന്ന് കറണ്ട് കട്ടില്ലാത്ത നിലയിൽ പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിന് സംരക്ഷണം ചെയ്യുവാൻ കറണ്ട് ആവശ്യമില്ല, സ്വർഗത്തിന് സംരക്ഷണം ചെയ്യുവാൻ ഒരു സ്ക്രീൻ ആവശ്യമില്ല, സ്വർഗത്തിന് സംരക്ഷണം ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ് മാനുഷികമായ യാതൊരു മുഖാന്തരവും ആവശ്യമില്ല. നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് സകല മനുഷ്യരും കാണും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് മിന്നൽ പോലെ എന്നാണ്. മിന്നൽ പോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഈ കാര്യത്തിൽ മനുഷ്യന്റെ ടെക്നോളജിയുടെ ആവശ്യമില്ല. കാരണം
മനുഷ്യനുണ്ടാക്കിയതെല്ലാം പരിമിതമാണ്. സ്വർഗമുണ്ടാക്കിയതൊന്നും പരിമിതമല്ല. ഈ പ്രപഞ്ചം പരിമിതമല്ല. ഈ ഭൂമി നമുക്ക് ആവശ്യമായി ജീവിക്കാൻ ആവശ്യമായതെല്ലാം തന്ന് ദൈവം നമ്മളെവിടെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് പരിമിതിയില്ലാതെ ജീവിക്കാനുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ദൈവം ഇവിടെ തന്നിട്ടുണ്ട്. യേശു കർത്താവിന്റെ മടങ്ങി വരവ് ഒരു ടിവിയെ ആശ്രയിച്ചിട്ടല്ല ആളുകൾ കാണുന്നത്, മൊബൈലിനെ ആശ്രയിച്ചിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ആരും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഏത് കണ്ണും അവനെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ യേശു കർത്താവിനെ കാണാം. കരണ്ട് പോയാലും യേശു കർത്താവിനെ കാണാം. കേബിൾ കട്ടായാലും യേശു കർത്താവിനെ കാണാം. ഇന്റർനെറ്റ് പോയാലും കർത്താവിനെ കാണാം. പ്രൈസ് ദി ലോർഡ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് ടെലിവിഷന്റെ കണ്ടുപിടുത്തമായിരുന്നു. ആമേൻ. അത് 1926 ആണ് ആ ടെലിവിഷൻ ബെയ്ഡ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ജോൺ ബെയ്ഡ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ലോകത്തിൽ ആദ്യമായി ടെലിവിഷൻ പരസ്യമായി സംപ്രേഷണം ചെയ്തത്. അതിനകത്ത് ആദ്യമായി വില്യം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുഖമാണ് ലോകത്തിൽ കണ്ടുപിടിച്ച ടെലിവിഷനിൽ ആദ്യമായി തെളിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമായി. 1928 ആദ്യമായി കളർ ടിവിയുടെ പരീക്ഷണം നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായോ? ആദ്യമായി ടെലിവിഷനിൽ തെളിയപ്പെട്ട മുഖം വില്യംസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കാര്യം. ആ മനുഷ്യനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ലോകം നോക്കിയത്. എന്നാൽ ടി വി ഇല്ലാതെ നീ ടിവിയിലേക്ക് ഞാൻ വരുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ടി വി ഒക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിന് മുന്നോടിയായിട്ട് ഒരുക്കങ്ങളാണ്. ഒന്നാമത്തെ വരവിന് ഒരുക്കമുണ്ടായിരുന്നു. മതപരമായ ഒരുക്കം, രാഷ്ട്രീയപരമായ ഒരുക്കം, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുക്കങ്ങൾ. അങ്ങനെ കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിനോട് ബന്ധപ്പെട്ട് 4 വിധത്തിലാണ് അന്ന് ലോകം ഒരുങ്ങിയത്. ആമേൻ. പക്ഷെ ലോകത്തിൽ ഇത് മനസ്സിലാക്കിയില്ലായിരുന്നു. ലോകത്തിൽ സുവിശേഷം എത്തിക്കേണ്ടതിനായി എല്ലാ റോഡുകളും റോമിലേക്ക്, പക്ഷെ സൈനിക നീക്കങ്ങൾക്കാണ് നടത്തിയതെങ്കിലും എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന് നമുക്കറിയാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാട്ടിലെ റോഡ്, ഇന്നത്തെ നാഷണൽ ഹൈവേ, ചുരം ടിപ്പു സുൽത്താനാണ് അത് വലുതാക്കിയത് സൈനിക നീക്കത്തിന് വേണ്ടി. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കർത്താവായ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അതിനുശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തന്റെ അപ്പോസ്തലന്മാരെ സുവിശേഷം അറിയിച്ച് ലോകത്തിൻ്റെതായിരിക്കുന്ന വിവിധമായ ഭാഗങ്ങളിൽ സുവിശേഷം എത്തിക്കേണ്ടതിനു വേണ്ടി റോഡ് സൗകര്യങ്ങൾ, കടൽ ഗതാഗതങ്ങൾ എല്ലാ കാലഘട്ടത്തിൽ ഒരുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഒരു വിഷയത്തിൽ അധികം സംസാരിച്ചാൽ ആ വിഷയമായിട്ട് അങ്ങനെ പോകും. പ്രൈസ്. അപ്പൊ 1-ാമത്തെ വരവിൽ ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. 2-ാമത്തെ വരവില് ഒരുക്കങ്ങളുണ്ട്. അതിലൊന്നാണ് ടിവിയുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ. കാരണം 2 സാക്ഷികൾ യെരുശലേമിൽ മരിച്ചു കിടക്കുന്നത് ലോകം മുഴുവനും കാണണമെങ്കിൽ എല്ലാവർക്കും അവിടെ പോയി കാണാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് ടിവിയിലും മൊബൈലിലും ഒക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ കർത്താവ് ഒലിവ് മലയിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഇതൊന്നും കാണാൻ പറ്റുകയില്ല. മറ്റത് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് എന്റെ ചിന്തയാ കേട്ടോ. ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് ലോക ലൈവായിട്ട് കാണും.
പിന്നെ നടക്കുന്നതായിരിക്കുന്ന യുദ്ധങ്ങളും പിന്നെ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തേണ്ടതിനു വേണ്ടി അന്നത്തെ ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും, ലോകത്തിൽ അറിയപ്പെടുന്നതായിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും യെരുശലേമിനെ കേന്ദ്രീകരിക്കും. അവിടെയായിരിക്കും ലോകത്തിലെ സകല ഫോക്കസ്, അവിടെയാണ് ലോകത്തിന്റെ സകല ലക്ഷ്യവും. ലോകം മുഴുവൻ അന്ന് ടിവിയിലേക്ക് നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ആ ടിവിയിൽ ഒരേ ഒരു മുഖമേ ഉള്ളൂ. ആദ്യത്തെ ടിവി സംരക്ഷണത്തില് വില്യമിന്റെ മുഖമാണ് ലോകം കണ്ടതെങ്കിൽ അന്ന് നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരുമ്പോ ലോകം മുഴുവനും കാണുന്നത് ഒറ്റ മുഖമേ ഉള്ളൂ. രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ മുഖം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മള് മെസ്സേജിന്റെ അടുത്തൊരു ഘട്ടമുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് കയറുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കയറുമ്പോൾ അവനെ കുത്തിത്തുളച്ചവരും കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മെസ്സേജ് പല ഘട്ടങ്ങളായിട്ടാണ് ഞാനത് വേർതിരിച്ച് ദൈവത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത എന്ന് പറയാം, അവനെ കുത്തിത്തുളച്ചവരും കാണും. ശരിക്കും പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഒരു റോമൻ സൈനികൻ കുന്തം കൊണ്ട് നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തി. ശാരീരികമായി കുത്തിയത് റോമൻ സൈനികനാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, പ്രാവചനികമായി കുത്തിയതിനെ കുറിച്ച് പറയാം. അവർ തങ്ങൾ കുത്തിയവനെ നോക്കും. സഖരിയ പ്രവചനം 12:10 അവർ കുത്തിയവനെ നോക്കും. പ്രൈസ് ദി ലോർഡ്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ഇവിടെ അവർ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് അവർ എന്ന് പറയുന്നത്, യഹൂദ ജനത പ്രവചനപരമായി. എന്നാൽ പ്രൈസ് ദി ലോർഡ് ചരിത്രപരമായി കുത്തിയത് റോമൻ സൈനികനാണ്. അതായത് കുത്തിയത് ജാതികളും പങ്കാളികളാണ്. അങ്ങനെ വരുമ്പോൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ മെസ്സിഹായെ നിരസിച്ചത് യഹൂദ ജനതയാണ്. എന്നാൽ കുത്തിത്തുളച്ചവർ എന്ന് പറയുമ്പോൾ കുത്തിത്തുളച്ചവർ ഇസ്രായേലും കൂടിയാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന അർത്ഥം ഇതാണ്. ഒരു വലിയ സത്യമുണ്ട്. ക്രൂശിക്കൽ എന്ന് പറയുന്നത് ഒരു കൂട്ടപ്രവൃത്തിയായിരുന്നു. യഹൂദ നേതാക്കൾ വിധി ആവശ്യപ്പെട്ടു. റോമൻ ഭരണകൂടം ശിക്ഷ നടപ്പാക്കി. അതിനാൽ യഹൂദരും ജാതികളും കൂടെ ഒരുമിച്ച് പങ്കെടുത്തതാണ്. അതുകൊണ്ട് സകല ഗോത്രങ്ങളും അവനെ കാണും. സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റിരിക്കുന്നു. പാപം ചെയ്ത സകല മനുഷ്യര്, പാപമില്ലാത്തവനായി ജനിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നിസ്തുലനായി ജനിച്ചത് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. പാപം ചെയ്തിട്ടുള്ള സകല മനുഷ്യര് ഇവിടെ അകൃത്യ നിമിത്തം അവൻ മുറിവേറ്റു എന്ന് പറഞ്ഞ ഒന്നുകൂടെ അർത്ഥപരമായി ചിന്തിച്ചാൽ പാപം ചെയ്ത സകല മനുഷ്യരും അവനെ കുത്തിത്തുളച്ചവരാണ്. അതായ യഹൂദൻ മാത്രമല്ല, അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഇന്ന് ജീവിക്കുന്നതായ സകല മനുഷ്യര് തങ്ങളുടെ പാപ നിമിത്തം അവനെ കുത്തിത്തുളച്ചവരാണ്. അത് യഹൂദൻ മാത്രമല്ല, സകല മനുഷ്യകുലവ് കുത്തിത്തുളച്ചവരാണ്. പ്രവചനപരമായി യഹൂദ ജനത, ചരിത്രപരമായി റോമൻ സൈനികൻ, ആത്മീയപരമായി മുഴുവൻ മനുഷ്യകുലം. ക്രൂശിൽ യഹൂദനുണ്ടായിരുന്നു, ക്രൂശിൽ ജാതികളുടെ പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ലോകം മുഴുവനും ആ ക്രൂശിന്റെ മുമ്പിലുണ്ടായിരുന്നു. യേശു കർത്താവ് സകല മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് പറയുമ്പോൾ ആ ക്രൂശിന്റെ മുമ്പില് ലോകത്തിലെ സകല ജാതികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് റോമൻ പട്ടാളക്കാരുണ്ടായിരുന്ന യഹൂദന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് യഹൂദ ജനതയുണ്ടായിരുന്ന അങ്ങനെ സകല മനുഷ്യര് യേശു കർത്താവിന്റെ ക്രൂശമരണത്തിൽ പങ്കാളികളായി ജനിച്ചിട്ടുള്ളവര്, ജനിക്കാൻ പോകുന്നവര്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ സകല മനുഷ്യര് യേശു കർത്താവിന്റെ ക്രൂശമരണത്തിൽ പങ്കാളികളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്തം സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ ഭൂമിയിൽ വിവിധ മതങ്ങളുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജാതികളായി മനുഷ്യരെ വേർതിരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ മുമ്പില് സകല മനുഷ്യര് ദൈവമാക്കി വെച്ചിരിക്കുന്ന ആദാമെന്ന് പറഞ്ഞതായ ഒരു മനുഷ്യനിൽ നിന്നാണ് മനുഷ്യജാതി മുഴുവൻ ഉളവാക്കിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലൊക്കെ പരക്കേണ്ടതിന് അവൻ മനുഷ്യജാതിയെ, ദൈവം മനുഷ്യജാതിയെ ഒരേ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച ആദാമിന്റെ സന്തതി പരമ്പരകളാണ് ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യര്. അതുകൊണ്ട് ആദാമിന്റെ മക്കളായിരിക്കുന്ന സകല മനുഷ്യർക്ക് ആദാം വഴി ഈ ഭൂമിയിൽ വന്നതായ സകല പാപത്തിന്റെ പരിഹാരമായി ഒരേ ഒരു പരിഹാരം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അവന്റെ രക്ത സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്ന, മനുഷ്യരെ വിശുദ്ധീകരിക്കുന്ന ലോകത്തിലെ സകല മനുഷ്യരുടെയും രക്ത ഒരേ പിതാവിൽ നിന്ന്, ഒരേ മാതാവിൽ നിന്നുള്ളവായതാണ്. എയ്ഡ്സ് രോഗിയായിരിക്കുന്ന ഒരു പിതാവിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ജനിച്ചിട്ടുള്ള കുഞ്ഞിനും രോഗം ബാധിക്കുന്നത്, ചെവി ബാധിക്കുന്നത് പോലെ പാപം ബാധിച്ച ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും പാപികളായി ജനിച്ചു. പാപം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഇന്ന് ടിവിയിലൊക്കെ, ഇന്ന് നമ്മള് സോഷ്യൽ മീഡിയയിലെ ടിവിയൊക്കെ തുറന്നാൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് അടിയാണ്, നിസ്സാരകാരമായ കാര്യങ്ങൾക്ക് കൊലപാതകമാണ്. ഇന്ന് ഞാൻ കണ്ടു, താക്കോല് കൊണ്ട് ഒരാളെ കുത്തിക്കൊന്നു. താക്കോല് കൊണ്ട് റോഡ് സൈഡിൽ നിന്ന് ചാവി കൊണ്ട് കുത്തിക്കൊന്നതായിട്ടാണ് കണ്ടത്. പ്രിയമുള്ളവരെ, ഒന്ന് പറഞ്ഞ കടയടിച്ചു പൊട്ടിക്കുക. ആമേൻ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആമീൻ ഉടനെ വടിവാള് സ്കൂട്ടറിൽ നിന്ന് എടുത്ത് കാറിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിക്കുക. എന്തെല്ലാം ക്രൂരത! മനുഷ്യൻ മുഴുവനും ഇത് കോപം നിറഞ്ഞ് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു കാര്യമാണ്. കേരളം എന്ന് പറയുന്നത് ഒരു അഗ്നി പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. കേരളീയന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു അഗ്നി പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്നുവെന്നാണ് ഞാൻ ഒരിക്കൽ വായിച്ചത്. അത് വായിച്ചത് ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങളിൽ നിന്നുമല്ല, അല്ലാതെ വായിച്ചതാണ്. കേരളം മാത്രമല്ല, ലോകം മുഴുവനും കോപം കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. ഒന്ന് പറഞ്ഞതിന് രണ്ടാമതിന് വെടിവെച്ച് കൊല്ലുന്ന 20 വർഷം കഴിഞ്ഞാലും 25 വർഷം കഴിഞ്ഞാലും പകവുള്ളിൽ വെച്ചുകൊണ്ട് കുത്തിക്കൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന, വെടിവെച്ച് കൊല്ലുന്ന, പെട്രോൾ ഒഴിച്ചു കൊല്ലുന്ന ഇതുപോലൊരു കാലഘട്ടം ഉണ്ടാകിയിട്ടില്ല. ഇത് അന്ത്യകാലഘട്ടത്തില് മനുഷ്യർ അനുസരണക്കെട്ടവരാകുമെന്ന്, ഉഗ്രന്മാരാകുമെന്ന് അതിന് സംബന്ധമായ ഒത്തിരി വേദഭാഗങ്ങൾ അവിടെ തന്നെ പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അന്ത്യകാലഘട്ടത്തിൽ സ്വസ്നേഹികളും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും മാതാപിതാക്കളെ കൊല്ലുന്നവരുമായ, അമ്മയെ കൊല്ലാൻ മടിക്കാത്ത, ലഹരി ഉപയോഗിച്ച് സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല്ലാൻ മടിക്കാത്ത ഒരു തലമുറ എഴുന്നേറ്റിരിക്കുന്നു. എവിടെയാണ് ഇതിന് പരിഹാരം? എവിടെയാണ് ഇതിന് പരിഹാരം? ഇത് ലോകം പറയുന്നു മാനസിക പ്രശ്നങ്ങളാണെന്ന്, ലോകം പറയുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണെന്ന്, ഞങ്ങൾ പറയുന്നു ഇത് പാപമെന്ന രോഗമാണ്. പാപം ബാധിച്ച മനുഷ്യന് പാപ രോഗത്തിന് പരിഹാരമാണ്. അതിൽ ഒരേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. കാൽവരിയിൽ ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തമെന്ന മരുന്ന്. ഇതല്ലാതെ വേറൊരു മരുന്നില്ല. മെഡിക്കൽ സയൻസ് പകച്ചു നിൽക്കുകയാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പകച്ചു നിൽക്കുകയാണ്, ഭരണാധികാരികൾ പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മനുഷ്യന് മാറ്റം വരുത്തുന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ മനുഷ്യന് മാറ്റം വരുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് പറഞ്ഞു നിർത്താം കേട്ടോ, സമയത്തിന്റെ പരിധിയുണ്ട്. പ്രിയമുള്ളവരെ, സകല മനുഷ്യരും നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ വന്നേ പറ്റുകയുള്ളൂ. ഉലൂമലയിൽ വന്നിറങ്ങുന്ന കർത്താവിന്റെ മുമ്പിൽ മെസ്സേജിന്റെ രത്നച്ചുരുക്കം പറഞ്ഞാൽ നിർത്തുകയാണ്. ഒരു വട്ടം ആളുകൾ വിലപിക്കും. അത് യഹൂദനും വിലപിക്കും,
യഹൂദരല്ലാത്ത ജനവും ലഭിക്കും. അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. രണ്ടാമത്തെ കൂട്ടരുണ്ട്. ഒരു ഭാഗത്ത് യേശു കർത്താവിനോട് യുദ്ധം ചെയ്യുവാൻ ഭൂമിയിലെ ഭരണാധികാരികളെല്ലാവരും യെരൂശലേമിൽ ഒന്നിക്കും. വിലപിക്കുന്ന ഒരു ഭാഗം, യേശു കർത്താവിനോട് യുദ്ധം ചെയ്യുവാൻ നിൽക്കുന്ന വേറൊരു ഭാഗം. യേശു കർത്താവ് രാജാതിരാജാവായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതൊരു കാര്യം. പക്ഷേ ഇനി വിലപിച്ചുകൊണ്ടെന്താണ് കാര്യം? രണ്ടാമത്തെ മടങ്ങി വരവിന്റെ പിന്നീട് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരമില്ല. ഇപ്പോൾ കർത്താവ് ഒന്നാമത്തെ വരവിൽ രക്ഷയുടെ സന്ദേശവുമായിട്ടാണ് വന്നത്. ഒന്നാമത്തെ മടങ്ങി വരവിൽ മനുഷ്യൻ പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജ് രക്ഷയായിരുന്നു. എന്നാൽ ആ പാക്കേജ്, ആ സൗജന്യ പാക്കേജ് വാങ്ങാത്ത ആളുകൾ ഇപ്പോൾ അവിടെ നിന്ന് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് കരയുകയാണ്. ആമേൻ. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു അപകടത്തിൽപ്പെട്ട ആശുപത്രി കിടക്കുകയാണ്. ജീവൻ രക്ഷിക്കുവാൻ രക്തം ആവശ്യമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ രക്തമെടുക്കൂ. ആ രക്തമെടുത്ത് ഈ മനുഷ്യൻ, ആ രക്തമെടുത്ത് ആമേൻ ഡോക്ടർ ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രക്തം പോയിരിക്കുന്ന മനുഷ്യനിൽ ആമേൻ രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ യുവാവ് സുഖപ്പെട്ടു. പക്ഷെ രക്ഷിച്ച സുഹൃത്തിനെ മറന്നുപോയി. ആമേൻ. അവരോട് ഒന്ന് ഫോൺ പോലും വിളിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷെ ഒരു ദിവസം ആ സുഹൃത്ത് മരിച്ചു. രക്തം കൊടുത്ത സുഹൃത്ത് മരിച്ചു. അപ്പോൾ ആ യുവാവിന് ഉള്ളിൽ വളരെ കുറ്റബോധമുണ്ടായി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവിന് വളരെ കുറ്റബോധമുണ്ടായി. ആ മനുഷ്യൻ, ആ യുവാവ് ഈ മരിച്ചുപോയ മനുഷ്യന്റെ ശവകുടീരത്തിന് മുമ്പിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുകയാണ്, എന്റെ ജീവൻ